Hi friends, അപ്പോൾ മലയാളീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് പച്ചമാങ്ങ പച്ചടി. എല്ലാവർക്കും അറിയാം ഇപ്പോൾ മാങ്ങ സീസൺ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മാങ്ങ ഇഷ്ടംപോലെ വില കുറഞ്ഞും അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ കിട്ടും. ഇന്ന് ഈ പച്ചമാങ്ങ പച്ചടി എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം കൂടി പറയാം. രണ്ട് ചാനൽ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ഉമ ബ്യൂട്ടി ടിപ്സ്, പിന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, അങ്ങനെ രണ്ട് ചാനൽ കൂടിയുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി ഓപ്പൺ ചെയ്ത് കാണുക. കാണുന്നതോടൊപ്പം നിങ്ങൾക്ക് അതിലും കമന്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പച്ചമാങ്ങ പച്ചടി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ പച്ചമാങ്ങ പച്ചടി ഞാനിവിടെ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ ഇതിന് ഞാൻ ഒരു മാങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റി എടുത്തിരിക്കുന്നത്. ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞാനും ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു 2 പേർക്കുള്ള പച്ചടിക്ക് വേണ്ടിയിട്ടുള്ള ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മാങ്ങ അതിൻ്റെ 2 വശം മുറിച്ചെടുത്തതാണിത്. പിന്നീട് 2 പച്ചമുളക്. ഇനി അതിൻ്റെ ആവശ്യത്തിന് ഞാൻ ഒരു 1/2 കപ്പ് തേങ്ങ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ആദ്യം ഈ പച്ചമാങ്ങയും പച്ചമുളകും കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് വെള്ളം പെട്ടെന്ന് മാങ്ങ ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് വേവും. നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി, സാധാരണ പച്ചടിക്ക് മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യാറില്ല, പക്ഷെ പച്ചമാങ്ങ പച്ചടിക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി യൂസ് ചെയ്യും. വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അത് വേവുന്ന സമയത്തിന് നമുക്ക് തേങ്ങ കൂടി അരച്ചെടുക്കാം. ഇതിന് വേണ്ടുന്ന തേങ്ങയുടെ അരപ്പ് കൂടി തയ്യാറാക്കാം. ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കടുക്, ഒരു 1/4 ടീസ്പൂണോളം കടുക് ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമ്മൾ പരിപ്പിനൊക്കെ അരയ്ക്കുന്ന പോലെ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പം മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് പെട്ടെന്ന് തന്നെ ഞാൻ ആ തേങ്ങ അരച്ച സമയത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. തേങ്ങയും അരപ്പും നന്നായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. ഇതുപോലെ തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അരപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന്റെ കൺസിസ്റ്റൻസി നമുക്ക് ലേശം ലൂസാക്കി വേണമെങ്കിലും എടുക്കാം, അതല്ല തിക്കായിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് എടുക്കാവുന്നതേ ഉള്ളൂ. ചോറിൽ ഒഴിക്കുന്ന രീതിയിലും അതല്ല സൈഡ് ഡിഷ് ആയിട്ടാണെങ്കിലും നമുക്ക് എടുക്കാവുന്നേ ഉള്ളൂ. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ വളരെ കുറച്ചൊരു 1/4 ടീസ്പൂണോളം മുളക് പൊടി, അതൊരു കളറിനും ഒക്കെ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് കൂടി ചേർത്ത് കൊടുക്കണം. മാങ്ങയ്ക്ക് പുളിയുണ്ട്, എന്നിരുന്നാലും പുളി അനുസരിച്ച് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമുക്ക് നന്നായിട്ട് ആ മുളക് പൊടിയും കൂടി ഇട്ട് നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തീ ഓഫ് ചെയ്തതിന് ശേഷം തൈര് ചേർത്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്തു. ഇനി നമുക്കിതിലേക്ക് തൈര്, ഒരു 2 ടേബിൾ സ്പൂണോളം തൈര്, അതിൽ കൂടുതലൊന്നും ഞാൻ എടുത്തിട്ടില്ല. കാര്യം മാങ്ങയുടെ പുളിപ്പ് അനുസരിച്ച് ചേർക്കാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. വെള്ളം ഒഴിക്കണം, ഇപ്പം വെള്ളമായിട്ട് വേണം എന്നുള്ളവർക്ക് നമ്മൾ തീ ഓഫ് ചെയ്യുന്നതിന് മുൻപ് വെള്ളം ആഡ് ചെയ്യുക. അതിനുശേഷം ഓഫ് ചെയ്തിട്ട് തൈര് ചേർക്കുക. അപ്പോൾ എനിക്കിപ്പം ഈ കൺസിസ്റ്റൻസിയിൽ മതി, അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം വേറെ ചേർത്തിട്ടില്ല. നമ്മൾ ആ മാങ്ങ വേവിച്ചപ്പോൾ ഉള്ളതും തേങ്ങ അരച്ചപ്പോൾ ഉള്ള വെള്ളവും കൂടെ തേങ്ങ അരച്ചത് വെള്ളം ഒഴിച്ചിട്ടാണ്, അപ്പോൾ അതിൻ്റെ ആ ഒരു വെള്ളമേ ഉള്ളൂ. നമുക്കിതിനെ ഒന്ന് കടുക് താളിച്ചെടുക്കണം. അപ്പോൾ ഞാൻ കടുക് താളിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം ഞാൻ ജീരകം, ഒരു പിഞ്ച് ജീരകം, 1/4 ടീസ്പൂണൊന്നുമില്ല, അതിലേക്ക് കടുക്, പിന്നീട് വറ്റൽമുളക്, കറിവേപ്പില കൂടി ചേർക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇന്നിപ്പം ഇല്ല, അതുകൊണ്ട് ഞാൻ കറിവേപ്പില ചേർക്കുന്നില്ല. കറിവേപ്പില കൂടി നിങ്ങൾക്ക് ചേർക്കാം. ഇതിപ്പം കടുക് ദേശം ആയിട്ടുണ്ട്. നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എല്ലാവരും തീർച്ചയായിട്ടും ഈ പച്ചമാങ്ങ പച്ചടി ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമാണ്. എല്ലാവരും പച്ചമാങ്ങ പച്ചടി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. ചോറ് തയ്യാറാക്കി വെച്ച് ഒരു 10 മിനിറ്റ് വേണ്ട. ആ മാങ്ങ വേവുന്ന സമയത്ത് തേങ്ങ അരച്ചെടുക്കാം. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഡിഷ് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു, ബൈ.